ചിത്തിര നക്ഷത്രം നക്ഷത്രമണ്ഡലത്തിലെ 14ാമത്തെ നക്ഷത്രമാണ്. മനോഹാരിതയുടെയും നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെയും പ്രതീകമായ മുത്താണ് ഇതിന്റെ അടയാളം. പ്രപഞ്ച ശില്പിയായ വിശ്വകർമാവ് അതിദേവതയായ ഈ നക്ഷത്രക്കാർക്ക് സ്വതവേ തന്നെ ക്രിയാത്മകമായ കഴിവുകളും കാര്യങ്ങൾ ഭംഗിയായി അവതരിപ്പിക്കാനുള്ള പാടവവും ഉണ്ടാകും. ചൊവ്വ നക്ഷത്രാധിപനായതിനാൽ കഠിനാധ്വാനം ചെയ്യാനുള്ള സന്നദ്ധതയും ധൈര്യവും ഇവരുടെ പ്രത്യേകതയാണ്. 2026 ജൂലൈ മാസം ഗ്രഹനിലകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി കന്നിരാശിയിലും ബാക്കി പകുതി തുലാം രാശിയിലുമാണ് വരുന്നത്. അതിനാൽ ഈ മാസത്തെ ഫലങ്ങൾ കന്നിരാശിക്കാർക്കും തുലാം രാശിക്കാർക്കും നേരിയ വ്യത്യാസങ്ങളോടെയായിരിക്കും അനുഭവപ്പെടുക. 2026 ഗ്രഹാചാര പ്രകാരം ശനി മീനം രാശിയിലും വ്യാഴം കർക്കടകം രാശിയിലും സഞ്ചരിക്കുന്ന സമയമാണ്. ഈ പശ്ചാത്തലത്തിൽ ചിത്തിര നക്ഷത്രക്കാരുടെ ജൂലൈ മാസത്തെ സാധ്യതകൾ വിശദമായി പരിശോധിക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് 2026 ജൂലൈ മാസം തൊഴിൽപരമായി പരീക്ഷണങ്ങളും അതേസമയം തന്നെ അവസരങ്ങളും നൽകുന്ന ഒന്നായിരിക്കാൻ സാധ്യതയുണ്ട്. സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ മാസം പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ സാധ്യത കാണുന്നു. കന്നി രാശിയിൽ ഉൾപ്പെടുന്ന ചിത്തിര നക്ഷത്രക്കാർക്ക് മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. എന്നാൽ തുലാം രാശിയിൽ ഉൾപ്പെടുന്നവർ സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയത്തിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അനാവശ്യമായ തർക്കങ്ങൾ ജോലിസ്ഥലത്തെ സമാധാനം നശിപ്പിക്കാൻ ഇടയാക്കിയേക്കാം. പദവി ഉയർച്ചയ്ക്കായുള്ള ശ്രമങ്ങളിൽ അനുകൂലമായ മറുപടികൾ ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും അവസാന നിമിഷം ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം. ക്ഷമയോടെയുള്ള സമീപനം വിജയത്തിലേക്ക് നയിക്കും. വിദേശത്തോ സ്വദേശത്തോ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈ 2ാം വാരത്തിന് ശേഷം ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാഷൻ ഡിസൈനിംഗ്, IT എന്നീ മേഖലകളിലുള്ളവർക്ക് മികച്ച ഓഫറുകൾ വരാൻ സാധ്യതയുണ്ട്. അഭിമുഖങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് ഗുണകരമാകും. ചിത്തിര നക്ഷത്രക്കാർക്ക് കലയിലും സാങ്കേതിക വിദ്യയിലും സഹജമായ വാസനയുള്ളതിനാൽ ഈ മാസം നിങ്ങളുടെ ക്രിയേറ്റീവ് കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഒത്തുവന്നേക്കാം. സിനിമ, മീഡിയ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലുള്ളവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ മിശ്രഫലമാണ് 2026 ജൂലൈ മാസത്തിൽ പ്രവചിക്കപ്പെടുന്നത്. പങ്കാളിത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ചിത്ര നക്ഷത്രക്കാർക്ക് ലാഭവിഹിതത്തിൽ വർധനവുണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് വിപണിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നത് നന്നായിരിക്കും. നിർമ്മാണ സാമഗ്രികൾ, റിയൽ എസ്റ്റേറ്റ്, ആഭരണ ബിസിനസ് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം വലിയ ഇടപാടുകൾ നടക്കാൻ സാധ്യത കാണുന്നു. എങ്കിലും കൃത്യമായ രേഖകളില്ലാതെ ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഭാവിയിലെ നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. വരവിനേക്കാൾ ചെലവ് കൂടാൻ സാധ്യതയുള്ള മാസമാണിത്. അപ്രതീക്ഷിതമായ യാത്രകളോ വീട്ടുപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികളോ സാമ്പത്തികമായി ബാധിച്ചേക്കാം. എങ്കിലും പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമാകും. സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിന്റെ പകുതിയോടെ അനുകൂലമായ സമയം തെളിയാം. ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർ അമിത ലാഭേച്ഛ ഒഴിവാക്കി ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ഉചിതമായിരിക്കും. കുടുംബ ബന്ധങ്ങളിൽ സന്തോഷവും സമാധാനവും നിലനിർത്താൻ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം. ചിത്തിര നക്ഷത്രക്കാർക്ക് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുന്നത് ബന്ധങ്ങൾ വഷളാകാതിരിക്കാൻ സഹായിക്കും. ജൂലൈ 3ാം വാരത്തോടെ ബന്ധങ്ങളിൽ ഊഷ്മളത തിരികെ വരാൻ സാധ്യത കാണുന്നു. ദൂരയാത്രകൾ കുടുംബത്തോടൊപ്പം പ്ലാൻ ചെയ്യുന്നത് ബന്ധങ്ങൾ ദൃഢമാക്കാൻ സഹായിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. സഹോദരങ്ങളുമായി സ്വത്ത് സംബന്ധമായോ മറ്റോ നിലനിന്നിരുന്ന തർക്കങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ ഇടവരും. അതിഥികളുടെ വരവ് കാരണം വീട് സജീവമാകാനും ഒത്തുചേരലുകൾ നടക്കാനും സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ മാന്യത വർദ്ധിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളിലോ സന്നദ്ധ സേവനങ്ങളിലോ താല്പര്യം കാണിക്കും. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും വഞ്ചിക്കപ്പെടാതിരിക്കാൻ പുതിയ ആളുകളെ അമിതമായി വിശ്വസിക്കരുത്. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം സമ്മിശ്രമായിരിക്കും. ചൊവ്വയുടെ സ്വാധീനം കാരണം ഉദര സംബന്ധമായ അസ്വസ്ഥതകളോ ചൂട് സംബന്ധമായ അസുഖങ്ങളോ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. പുറത്തു നിന്നുള്ള ഭക്ഷണം പരമാവധി ഒഴിവാക്കുക. രക്തസമ്മർദ്ദമോ പ്രമേഹമോ ഉള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അമിത വേഗത ഒഴിവാക്കുന്നത് അപകട സാധ്യതകൾ കുറയ്ക്കും. ജോലി ഭാരം കാരണവും സാമ്പത്തിക സമ്മർദ്ദം കാരണവും ചെറിയ രീതിയിലുള്ള ഉത്കണ്ഠ അനുഭവപ്പെട്ടേക്കാം. എങ്കിലും ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് മനസ്സിന് ശാന്തി നൽകും. ധ്യാനം, യോഗ എന്നിവ ശീലമാക്കുന്നത് ചിന്തകളെ ഏകോപിപ്പിക്കാൻ സഹായിക്കും. രാത്രികാലങ്ങളിൽ കൃത്യമായ ഉറക്കം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഠനത്തിൽ ഏകാഗ്രത കുറയാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. എങ്കിലും മാസത്തിന്റെ അവസാന പകുതിയിൽ പഠനകാര്യങ്ങളിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിദേശ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ വിസ നടപടികൾ പൂർത്തിയാക്കാൻ സാധിച്ചേക്കാം.
ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താനോ പ്രബന്ധങ്ങൾ സമർപ്പിക്കാനോ ഉള്ള സാഹചര്യം ഒരുങ്ങും. പ്രണയിക്കുന്നവർക്കും വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജൂലൈ മാസം പുതിയ വഴിത്തിരിവുകൾ നൽകിയേക്കാം. പ്രണയബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായ സംശയങ്ങൾ ഒഴിവാക്കുക. പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം. നിലവിലുള്ള ബന്ധങ്ങൾ വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. വിവാഹാലോചനകൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ ഈ മാസം അനുകൂലമായ സാഹചര്യമുണ്ട്. ചില തടസ്സങ്ങൾ വിവാഹ നിശ്ചയത്തിനുണ്ടായേക്കാമെങ്കിലും മാസാവസാനത്തോടെ അവ പരിഹരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മൂർച്ചയുള്ള വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചേക്കാം. അതിനാൽ നയപരമായ സംസാരം ശീലമാക്കുക. ദൂരയാത്രകളിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക. രാത്രി യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ്. ഒപ്പിടുന്നതിന് മുൻപ് എല്ലാ രേഖകളും വായിച്ചു മനസ്സിലാക്കുക. ജാമ്യം നിൽക്കുന്നത് ഈ മാസം ഒഴിവാക്കണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളെ ബാധിക്കും. ദോഷഫലങ്ങൾ കുറയ്ക്കാനും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനും ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമായിരിക്കും. ചിത്തിര നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയായതിനാൽ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകമോ പനിനീർ അഭിഷേകമോ നടത്തുന്നത് ഉത്തമമാണ്. നക്ഷത്രദേവനായ വിശ്വകർമാവിനെ സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് തൊഴിൽ തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. ഓം ശരവണഭവ എന്ന മന്ത്രം ദിവസവും 108 തവണ ജപിക്കുക. ചുവന്ന നിറത്തിലുള്ള വസ്ത്രമോ പരിപ്പോ പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നത് ചൊവ്വയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. വെള്ളിയാഴ്ചകളിൽ ലളിതാ സഹസ്രനാമം ജപിക്കുന്നതോ ദേവീക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുന്നതോ കുടുംബ ഐശ്വര്യത്തിന് ഉത്തമമാണ്. മാസത്തിന്റെ 1-ാം വാരം തൊഴിൽപരമായ തിരക്കുകൾ വർദ്ധിക്കും. സാമ്പത്തികമായി ചില അപ്രതീക്ഷിത ചെലവുകൾ വരാം. ആരോഗ്യകാര്യത്തിൽ മിതത്വം പാലിക്കുക. 2-ാം വാരം കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ്സിൽ ചെറിയ പുരോഗതി ദൃശ്യമാകും. 3-ാം വാരം ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി തീർക്കാൻ സാധിക്കും. മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും. യാത്രകൾക്ക് സാധ്യതയുണ്ട്. മാസാവസാനം മാനസികമായ സന്തോഷം അനുഭവപ്പെടും. പഴയകാല സുഹൃത്തുക്കളെ കാണാൻ ഇടവരും. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. ഈ മാസം നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന വാതിലുകൾ പലതും വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിച്ചേക്കാം. എന്നാൽ അവയെല്ലാം ഒരേപോലെ ഗുണകരമാകണമെന്നില്ല. തൊഴിൽ മേഖലയിലായാലും ബിസിനസ്സിലായാലും പെട്ടെന്നുള്ള ലാഭമെന്ന മോഹന വാഗ്ദാനങ്ങളിൽ വീഴാതെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നേട്ടങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ് ഉചിതം. ഒരു കാര്യം സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നതിനേക്കാൾ സംഭവിക്കാൻ സാധ്യതയുള്ള തടസ്സങ്ങളെ മുൻകൂട്ടി കണ്ട് അവയെ മറികടക്കാനുള്ള പദ്ധതി തയ്യാറാക്കി വെക്കുക എന്നതാണ് ഈ മാസത്തെ നിങ്ങളുടെ വിജയമന്ത്രം. കരിയറിൽ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായേക്കാമെങ്കിലും പഴയ ജോലി ഉപേക്ഷിക്കുന്നതിന് മുൻപ് പുതിയ സാഹചര്യം പൂർണ്ണമായും ബോധ്യപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തണം. ചിത്തിര നക്ഷത്രക്കാർ സ്വതവേ സത്യസന്ധരും നേരെ വാദിക്കുന്നവരുമാണ്. എന്നാൽ 2026 ജൂലൈ മാസത്തിൽ നിങ്ങളുടെ ഈ നേർക്കുനേരെയുള്ള സംസാരം പ്രിയപ്പെട്ടവരിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിൽ ശരി തെളിയിക്കുന്നതിനേക്കാൾ സമാധാനം നിലനിർത്തുന്നതിലായിരിക്കണം മുൻഗണന. പങ്കാളിയുമായോ സുഹൃത്തുക്കളുമായോ ഉള്ള തർക്കങ്ങളിൽ വിജയിക്കുന്നത് വലിയ നേട്ടമായി കരുതരുത്. പകരം വിട്ടുവീഴ്ചകളിലൂടെ ബന്ധം ദൃഢമാക്കുന്നതാണ് യഥാർത്ഥ വിജയം. കുടുംബത്തിലെ മുതിർന്നവരുടെ വാക്കുകൾ അവഗണിക്കാതിരിക്കുക. അവരുടെ അനുഭവ സമ്പത്ത് നിങ്ങൾക്ക് പല പ്രതിസന്ധികളിലും ഒരു സുരക്ഷാ കവചമായി മാറിയേക്കാം. ചുരുക്കത്തിൽ ചിത്തിര നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം ഒരു പരീക്ഷണശാലയാണ്. അവിടെ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ കൂടുതൽ മിനുക്കിയെടുക്കുന്നു. പ്രതിസന്ധികളെ ഭയപ്പെടാതെ അവയെ വളർച്ചയ്ക്കായുള്ള ചവിട്ടുപടികളായി കാണുക. നക്ഷത്രനാഥന്റെ വീര്യവും ശില്പിയുടെ ക്ഷമയും ഒരേപോലെ പ്രയോഗിച്ചാൽ 2026 ജൂലൈ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ മാസങ്ങളിലൊന്നായി മാറുമെന്നതിൽ സംശയമില്ല. ഈശ്വരവിശ്വാസവും ആത്മവിശ്വാസവും കൈമുതലാക്കി മുന്നേറുന്നവർക്ക് കാലം കാത്തുവെക്കുന്നത് ശുഭകരമായ ഫലങ്ങൾ മാത്രമായിരിക്കും.